10 ഇരട്ടിയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചത്. ഇനി തുടർന്നുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് ഇതെല്ലാം തന്നെ ഈ പിണറായി സർക്കാർ കൊടുക്കും. അതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഈ 100 രൂപ ആശാ വർക്കർമാർക്ക് തൊഴിൽ കൊടുത്തിരുന്നത്, ഈ 300 രൂപ 200 രൂപ ശമ്പളമുള്ളവർക്ക് 100 രൂപ വർദ്ധിപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രാർത്ഥന ഈ ഗവൺമെൻറ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂട്ടത്തോടെ ജയിലിലേക്ക് പോയാൽ ഒരു മാസം 10-15,000 രൂപ ശമ്പളം കിട്ടും. 90% പേരും ആ ജയിലിൽ കിടക്കുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അക്രമം, കൊലയും ഒക്കെ നടത്തിയവരാണ്. നമസ്കാരം. സംസ്ഥാനത്തെ ജയിൽ അന്തേവാസികളുടെ വേതനം പരിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആദ്യം 152 രൂപയായിരുന്നു, ഇന്നത് 630 രൂപയായി സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചിരിക്കുന്നു. എന്തായാലും ആശാവർക്കർമാരുടെ ശമ്പളം ഉൾപ്പെടെ വെറും 100 രൂപയാണ് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത്. ജയിൽ പുള്ളികൾക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വർധനവാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്, പരിഷ്കരിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ തോന്നിയത്? ഇത്തരത്തിലൊരു ചേതോ വികാരത്തിന് പിന്നിൽ കാരണം എന്താണ്? നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീകുമാർ. വർദ്ധിപ്പിക്കാൻ പോവുകയല്ല, അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ നിലവിലുണ്ടായിരുന്നതിൻ്റെക്കാൾ 10 ഇരട്ടിയിലധികം വേതനം വർദ്ധിപ്പിച്ചത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തോളം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വെയിലത്തും മഴയത്തും സമരം ചെയ്തപ്പോൾ അവർക്ക് 1 ഇരട്ടി പോലും വർദ്ധിപ്പിച്ചില്ല. 10 ഇരട്ടിയാണ് ജയിലിൽ ഉള്ള തൊഴിലാളി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചത്. ഇനി തുടർന്നുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് ഇതെല്ലാം തന്നെ ഈ പിണറായി സർക്കാർ കൊടുക്കും. അതിന് പ്രതിജ്ഞാബദ്ധമാണ്. കൊള്ളക്കാർക്കൊപ്പം അല്ലെങ്കിൽ കള്ളന്മാർക്കൊപ്പം, ക്രിമിനലിനൊപ്പം, ശിക്ഷ അനുഭവിക്കുന്ന കൊലയാളികൾക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഏറ്റവും 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും മികച്ച പ്രവർത്തനം എന്നത് ദേശീയ അന്തർദേശീയ അവാർഡുകൾ വരെ കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാര്യം നമുക്ക് പഴയ മേയറിന് നാഷണൽ ഇൻ്റർനാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയത് കൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ള CPM കുത്തനെ ഇടിഞ്ഞു താഴ്ന്നതുപോലെ ഇത് ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ പ്രതിഫലനം കൃത്യമായി ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 100 രൂപ ആശാ വർക്കർമാർക്ക് തൊഴിൽ കൊടുത്തിരുന്നത്, ഈ 300 രൂപ 200 രൂപ ശമ്പളമുള്ളവർക്ക് 100 രൂപ വർദ്ധിപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രാർത്ഥന ഈ ഗവൺമെൻറ് ഉണ്ടാകുമായിരുന്നു. ഈ ഗവൺമെൻറ് ചെയ്ത് ക്രിമിനൽ കേസുകളിൽ അടിപിടി, കൊലപാതകം, കൊള്ളിവെപ്പ് എല്ലാ കേസുകളിലും ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് തൊഴിൽ ചെയ്യുമ്പോൾ അവിടെ 10 ഇരട്ടി വർദ്ധിക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 600 രൂപ ഒരു തൊഴിലാളിക്ക് ജയിലിൽ കിട്ടും. ഇവിടെ ലക്ഷക്കണക്കിന് പേര് എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുമ്പോൾ RCC പോലെയുള്ള സ്ഥലത്ത് ബന്ധുക്കളെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂട്ടത്തോടെ ജയിലിലേക്ക് പോയാൽ ഒരു മാസം 10-15,000 രൂപ ശമ്പളം കിട്ടും. പിന്നെ ഗൾഫിൽ നമ്മൾ പോകേണ്ടതില്ല, വിദേശത്ത് തൊഴിലിന് പോകേണ്ട. അപ്പോൾ 5 വർഷം 6 വർഷം ഒരു ശിക്ഷ കിട്ടി ജയിലിൽ കിടന്നാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വലിയൊരു മാർഗം ഈ ഗവൺമെൻറ് തുറന്നു കൊടുത്തിരിക്കും. ഞങ്ങളെപ്പോലെയുള്ളവർ ഒത്തിരി പേര് നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സമരങ്ങളിലെല്ലാം ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കേസുകൾ പ്രതിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാത്തതിനും പ്രതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ കോടതിയിൽ ചെന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ പോയാൽ മതി. യഥാർത്ഥത്തിൽ കുടുംബത്തിന് കൃത്യമായ വരുമാനം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശബരിമല കൊള്ള ഒരു സഖാക്കളുടെ ഒരു ഘോഷയാത്ര തന്നെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ചെല്ലേണ്ടി വരും എന്ന് ഈ ഗവൺമെൻറ് അറിയാമായിരിക്കും. ഒരു ഹൈക്കോടതി തന്നെ ഇന്നലെ പറഞ്ഞു, എന്തിനാണ് ഈ വൻപന്മാർ ആശുപത്രിയിൽ ചെന്ന് കിടക്കുന്നു, പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ ഇവരെല്ലാം ജയിലിൽ പോയി ശിക്ഷ അനുഭവിച്ച് കിടക്കുമ്പോൾ അവർക്ക് അവിടെ കല്ല് വെട്ടേണ്ട വരും, ചപ്പാത്തി ഉണ്ടാക്കേണ്ട ജോലി ചെയ്യണം, പെറോട്ട അടിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം നല്ല ശമ്പളം കിട്ടണം എന്ന് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. അവരെ സഹാക്കൾ പോയി പെറോട്ട അടിക്കുമ്പോൾ ജയിലിൽ നിന്ന് മാന്യമായ ശമ്പളം 600 രൂപ ശമ്പളം കിട്ടുകയാണ്. ആ കുടുംബങ്ങൾ, സഹാക്കളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഏറ്റവും മനോഹരമായ തീരുമാനമാണ് ഈ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിലൂടെ നൽകിയത്. എന്നാൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു 100 രൂപ കൂട്ടി കൊടുക്കാൻ കൂടി ഒരു മനസ്സ് കാണിച്ചാൽ നന്നായിരിക്കും.
എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഈ സർക്കാരിന് ഈ കാര്യത്തിൽ അർപ്പിക്കുകയാണ്. കാര്യം ഇവിടെ ലക്ഷക്കണക്കിന് പേര് റാങ്ക് ലിസ്റ്റിലുണ്ടായിട്ട് ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. RCCയെ പോലെ സ്ഥാപനത്തിൽ ബന്ധു നിയമനമാണ്. അവിടെയും ഈ പാവപ്പെട്ട തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവസരമില്ല. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഏറ്റവും നല്ല കൊള്ളക്കാർക്ക് പിടിച്ചുപറിക്കാർക്ക് എല്ലാം വലിയ സൗഭാഗ്യമായി മാറിയിരിക്കുകയാണ്. ഇനി അന്യ സംസ്ഥാനത്ത് നിന്ന് കൂട്ടത്തോടെ വന്ന് ഇവിടെ ക്രിമിനൽ കേസ് പ്രതിയായി ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് സംശയം. അപ്പോൾ ഇവിടെ അന്യ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികളെന്ന മനോഹര നാമത്തിൽ വിളിക്കുന്ന ഒരു ഗവൺമെൻറ് നല്ല കാര്യമാണ്. ആ തൊഴിലാളികളും കൂടി കൂട്ടത്തോടെ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് സ്വാഭാവികം സംശയം. വെളിയിൽ ജോലി ചെയ്തപ്പോൾ 600 രൂപ അവർ കിട്ടുന്നില്ല. 600 രൂപ കിട്ടിയാൽ തന്നെ ഭക്ഷണത്തിന് വേണ്ടി 100-200 രൂപ ചിലവഴിക്കേണ്ടി വരുന്നു. അപ്പം ഭക്ഷണം അവിടെ കൊണ്ട് സുഖമായി കിടക്കാൻ വാടക കൊടുക്കേണ്ട. ഒരു തൊഴിലാളി വെളിയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്താൽ ഒരു വീടെടുത്ത് 5000 രൂപ വാടക കൊടുക്കണം. ഡെയിലി ഭക്ഷണത്തിനുള്ള ചിലവുണ്ട്. ഒരു ചിലവുമില്ല. എല്ലാം കഴിഞ്ഞ് 600 രൂപ കിട്ടുന്ന ഏറ്റവും ശുഭകരമായ കാര്യം ചെയ്ത പിണറായി സർക്കാരിനെ 100% അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷനും അതുകൂടാതെ ഒരു ഗവൺമെൻറ് ജോലിയായും പ്രഖ്യാപിക്കുമോ എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം 90% പേരും ആ ജയിലിൽ കിടക്കുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അക്രമം കൊലയും ഒക്കെ നടത്തിയവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കൂടാതെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി CPMകാർ ഉൾപ്പെടെ അഴീക്കോടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതുകൊണ്ടാണോ ഇത്തരത്തിലൊരു വർധന ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യം? തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ സ്വർണ്ണക്കൊള്ള കേസിൽ പോകുന്ന എല്ലാ സഹാക്കളാണല്ലോ, മറ്റു പാർട്ടിക്കാരുമില്ല. ഇവർക്കെല്ലാം പോകുമ്പോൾ ശിക്ഷ കിട്ടുമെന്നും ഈ ഗവൺമെൻറ്റിന് അറിയാം. ഇതെല്ലാം നല്ല തെളിവോടുകൂടി തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ശിക്ഷ കിട്ടി ജയിലിൽ കഴിയുമ്പോൾ എന്തായാലും 1-2 വർഷത്തിനകത്ത് പൂർണ്ണമായി ശിക്ഷ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ കരിങ്കല്ല് പൊട്ടിക്കേണ്ടതുണ്ട്, പൊറോട്ട അടിക്കേണ്ട ജോലിയുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കേണ്ടതുണ്ട്, പിന്നെ കറി ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ തൊഴിലുകളും അവിടെ സുലഭമായി കിട്ടും. അതിനെല്ലാം മാന്യമായ ശമ്പളം അവർക്ക് കിട്ടിക്കോട്ടെ. എന്തായാലും അവരുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വരരുതല്ലോ ജയിലിൽ പോയാലും. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയുള്ള പണമല്ല ഇപ്പോൾ ഫ്രീസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. EDയും അതിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ ആ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്കുള്ള ശമ്പള വർധന. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിരവധി CPM പ്രവർത്തകരാണ് അഴീക്കുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണോ സംസ്ഥാന സർക്കാർ ജയിലിലെ ദിവസ വേതനം 630 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.